ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രഷർ കുക്കറിൽ എങ്ങനെ ചക്ക വരട്ടിയെടുക്കാം എന്നൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് കയ്യിലൊന്നും തെറിക്കാതെ നല്ല രീതിയിൽ നമുക്ക് വരട്ടിയെടുക്കാം. അതിന് ഞാനിവിടെ കുറച്ച് പഴുത്തചക്ക എടുത്തിട്ടുണ്ട്. നല്ല വരിക്കച്ചക്കയാണ്, അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തത്. അതിനി ഒന്ന് മുറിച്ച് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ചുളയെല്ലാം ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി അതൊന്ന് അരിഞ്ഞെടുക്കണം. പ്രഷർ കുക്കർ വേവിക്കാനായതുകൊണ്ട് അത്ര ചെറുതായിട്ടൊന്നും അല്ല ഞാൻ അരിഞ്ഞെടുത്തത്. പിന്നെ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്ക ഒരുപാട് വെള്ളം കയറിയ ചക്കയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഇത് സ്റ്റീം വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ആ വെയിറ്റ് മാറ്റി കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്നതിന് ശേഷം അത് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്ക് ഇത് കുറച്ച് വറ്റിച്ചെടുക്കണം. ഈ സമയത്തൊന്നും ഇത് തെറിച്ച് നമ്മുടെ ദേഹത്തൊന്നും വീഴത്തില്ല. നമ്മൾ ഈ ഉരുളിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തെറിച്ച് അവിടെ എല്ലാം ആവുകയും നമ്മുടെ ദേഹത്ത് വീഴും. വലിയ ബുദ്ധിമുട്ടൊക്കെ ഈ ചക്ക വരട്ടിയെടുക്കുക എന്ന് പറയുന്നത്. ഇത് അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. ആർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതിന് ഒരുപാട് നെയ്യ് വേണ്ട. നമ്മൾ ഉരുളിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കുറച്ചായി കഴിയുമ്പോൾ മുതൽ നെയ്യ് ഒരുപാട് ഇട്ട് കൊടുക്കണം. ഇതങ്ങനെ അധികം നെയ്യുടെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാനൊക്കും. കണ്ടോ, ഇപ്പോൾ ഒരുവിധമൊക്കെ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മുറി ചക്കയാണ് എടുത്തിരുന്നത്. ചക്കയുടെ തൂക്കമൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ. ഇത് ഞാൻ മില്ലിൽ നിന്ന് വാങ്ങിയ ശർക്കര ആയതുകൊണ്ടാണ് ഇത് അരിക്കാതെ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര ഉരുക്കി അരിച്ച് ചേർക്കണം. കല്ലൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ടൊക്കെ ചേർക്കണം. ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ചക്ക വിഭവങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചക്ക എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതുവരെ നമ്മൾ നെയ്യ് ചേർത്തില്ല. ഞാനിവിടെ 2 സ്പൂൺ നെയ്യേ ഒഴിക്കുന്നുള്ളൂ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെ, നല്ല ശുദ്ധമായ നെയ്യാണ്. ഇനി ആ നെയ്ക്കകത്ത് കിടന്ന് ഒന്നുകൂടെ വരട്ടി എടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ ചക്കയൊക്കെ തീരാൻ പോകുന്ന ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചക്കയുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, ഇത് നമ്മൾ കൂടുതൽ ചക്ക വരട്ടിയതുപോലെ കഴിക്കാനുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയവും കൂടെ ഇത് വെച്ച് വരട്ടിയെടുക്കണം. എനിക്കിത് ഉണ്ണിയപ്പം, അട, പായസമൊക്കെ ഉണ്ടാക്കാനുള്ള, അതുകൊണ്ടാണ് ഈ പരുവത്തിൽ ഓഫ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.